ഹലോ ഹായ് നമസ്തേ നമസ്കാരം. ചക്കക്കുരു തോരൻ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം നോക്കാം. ചക്കക്കുരു എടുത്ത് നന്നായി വേവിച്ചതിന് ശേഷം മസാല ഉണ്ടാക്കാം. മസാലയ്ക്ക് ഉള്ളിയും മുളക് പൊടിയും നന്നായി മിക്സിയിലിട്ട് അടിച്ചതിന് ശേഷം ചക്കക്കുരുവും മസാലയും നന്നായി മിക്സ് ചെയ്യുക. അങ്ങനെ മിക്സ് ചെയ്ത് നന്നായിട്ട് അങ്ങോട്ട് മിക്സാവട്ടെ. അതിൻ്റെ കൂടെ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പോഴാണ് നമുക്ക് ഇനി വേണ്ട സാധനം വെളുത്തുള്ളിയും കറിവേപ്പിലയും. കടുക് പൊട്ടിച്ചതിന് ശേഷം ഇതങ്ങോട്ട് ഇടുക. നന്നായി മൂത്ത് വന്നു കഴിഞ്ഞാൽ നന്നായി ഇളക്കി കൊടുക്കൂ. എല്ലാവരും ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യണേ. അങ്ങനെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കൊരു സാധനം ഇടാണ്ട്, അതാണ് ചക്കക്കുരു മസാല നമ്മൾ ഇടുന്നു. അതിനുശേഷം നന്നായി ഇളക്കി വിടണം. ഓക്കെ, ചക്കക്കുരു ഞാൻ ആദ്യം വെച്ചിട്ടുണ്ടായിരുന്നു, എന്നിട്ടാണ് വീഡിയോ എടുത്തത്. അതുകൊണ്ട് ആരും ഒന്നും മറക്കണ്ട, ചക്കക്കുരു വേവിച്ചിട്ട് വേണം, നന്നായി വേവിക്കണം. കുക്കറിലിട്ടിട്ട് 2-3 വിസിലടിച്ചാൽ മതി, അത് വെന്ത് കിട്ടിക്കോളും. ഓക്കെ, അതിന് ശേഷമാണ് ഞാൻ വീഡിയോ എടുത്തത്. ഓക്കെ, ഇവിടെ എപ്പോഴും നമ്മൾ ചക്കയൊക്കെ കിട്ടുന്ന ടൈമാണ്. അതുകൊണ്ട് നിങ്ങൾക്കും ചക്കക്കുരുവൊക്കെ നിങ്ങളുടെ വീട്ടിലില്ലേ? അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ആരും ഇത് മടിയൊന്നും കാണിക്കണ്ട. ചക്കക്കുരു വിറ്റാമിൻസ് ഉണ്ട്, നമ്മുടെ ശരീരത്തിന് നല്ല ഗുണം ചെയ്യും. അങ്ങനെ നന്നായി ഇളക്കി കൊടുക്കാം. അടി പിടിക്കരുത് കേട്ടോ, അടി പിടിച്ചാൽ കരിയും, അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല. അടി പിടിക്കാണ്ട് നമ്മളെപ്പോഴും ഇളക്കി കൊടുക്കാം. പിന്നെ മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ എക്സ്ട്രാ ചേർക്കാം, ഞങ്ങളത് ചേർത്തിട്ടില്ല. മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. നമ്മൾ ലേശം തേങ്ങ ചിരകി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അരമുറി തേങ്ങ മാറ്റി വെച്ച് തേങ്ങക്കൊത്ത് നമ്മൾ ഇതിലേക്ക് ഇടണം. എന്നിട്ട് നന്നായിട്ട് ഇളക്കണം.
അപ്പോൾ ചക്കക്കുരു കിട്ടുമ്പോൾ ആരും മിസ് ചെയ്യാണ്ട് ഇത് ഉണ്ടാക്കാൻ നോക്കണം. വളരെ ടേസ്റ്റിയാണ്. വെള്ളം നന്നായി വറ്റി എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമുക്കിത് സെർവ് ചെയ്ത് എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പം നമ്മൾ സെർവ് ചെയ്ത് മാറ്റിയ ചക്കക്കുരു തോരനാണ്. ഇത് ടേസ്റ്റാണെന്ന് അറിയും. എല്ലാവരും മസ്റ്റ് ട്രൈ ആയിട്ട് ചെയ്യണേ. എന്നിട്ട് അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയൂ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു, ഇത് ക്ഷമയോടെ കേട്ടതിലും കണ്ടതിലും. സോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എല്ലാവരും എൻ്റെ വീഡിയോസും ഷോർട്സും ഒക്കെ കാണൂ. താങ്ക് യു.